ടിപ്സ് പിടിക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ക്ലീനിങ് വീഡിയോ കൊണ്ടാണ്. വളരെ സിമ്പിളായിട്ട് നമ്മളുടെ വീടുകളിലുള്ള മാറ്റൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഇന്നത്തെ വീഡിയോ. നല്ല സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പം ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണേ. എങ്കിലാണ് ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. നല്ല എളുപ്പത്തിൽ നമുക്ക് നമ്മളുടെ വീടുകളിലുള്ള അഴുക്ക് പിടിച്ച മാറ്റുകളും അതുപോലെ തന്നെ നമ്മളുടെ കിച്ചൺ ടവലുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഈ വിധത്തിൽ ക്ലീൻ ചെയ്തെടുക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് വെള്ളമാണ് കേട്ടോ. ഞാനിവിടെ വലിയൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാവാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ മാറ്റ് നല്ല അഴുക്കൊക്കെ പിടിച്ചിരിക്കുമായിരിക്കുമല്ലോ. കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ പറയുകയും വേണ്ട. പക്ഷെ അത് നല്ല എളുപ്പത്തിൽ നമുക്കിതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കുവാണെങ്കിൽ ക്ലീനാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് വെള്ളം ഞാനിവിടെ നിറച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് ചൂടാവാനായിട്ട് വെക്കാം. നല്ല തിളയ്ക്കാറാവണം കേട്ടോ. അങ്ങനെ അത്രയും നേരം നമുക്ക് ഗ്യാസിൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. കണ്ടോ, ഇത്രയും വെള്ളം എടുത്തിട്ടുണ്ട് ഞാൻ. നമ്മളുടെ മാറ്റിനനുസരിച്ച് വലുപ്പത്തിനനുസരിച്ച് വെള്ളം എടുത്താൽ മതിയാകും. ഇനി നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെയൊക്കെ വീടുകളിലുള്ള തുണി അലക്കാൻ ഉപയോഗിക്കുന്ന സോപ്പ് പൊടി ഉണ്ടല്ലോ, അപ്പോൾ ആ സോപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതും ഞാൻ 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല എളുപ്പത്തിൽ കറകളൊക്കെ വൃത്തിയായി കിട്ടും കേട്ടോ. നല്ല കളറിലേക്ക് വരും. നമ്മളുടെ എത്ര കറ പിടിച്ച ചെളി പിടിച്ച മാറ്റാണെങ്കിലും നമുക്കിങ്ങനെ വൃത്തിയാക്കി എടുക്കാം. നമ്മളുടെ കിച്ചൺ ടവല് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വേഗത്തിൽ അറിയാമല്ലോ, എണ്ണമെഴുക്കൊക്കെ പിടിച്ച് പോകും. അതിൽ നിന്നൊക്കെ വേഗത്തിൽ നമുക്ക് ഈ ഒരു ലിക്വിഡ് ഉണ്ടെങ്കിൽ നമുക്ക് വേഗത്തിൽ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുമേ. അപ്പോൾ ഇതിവിടെ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇതാണ് കേട്ടോ നമ്മളുടെ മാറ്റ് കഴുകി വൃത്തിയാക്കാനുള്ളത്. ചെളിയും പൊടിയും ഒക്കെ പിടിച്ചിരിപ്പുണ്ട്. അപ്പം മക്കളുള്ള വീട്ടിലെ കാര്യങ്ങൾ പറയണ്ടല്ലോ, ഇങ്ങനെയൊക്കെ ആവാറുണ്ട്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് അത് കഴുകിയെടുക്കാം കേട്ടോ. ഇനി ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുക മാറ്റ്. ഇനി നമുക്ക് ആ മാറ്റിലേക്ക് ഒന്ന് അത് ക്ലീൻ ആവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഹാർപ്പിക്കാണ് കേട്ടോ. നീല ഹാർപ്പിക്കാണ് ഉപയോഗിക്കുന്നത്. ഹാർപ്പിക്ക് നന്നായിട്ട് നമ്മളുടെ മാറ്റിനെ നല്ല ക്ലീൻ ആക്കി തരും കേട്ടോ. ഇതുപോലെ കുറച്ച് ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുക്കുക. വളരെ കുറച്ച് എമൗണ്ട് മതി. നമ്മളുടെ ഒരു മാറ്റിൽ നമ്മൾ ഡിറ്റർജൻറ്റിൻ്റെ ആ ഒരു വെള്ളം ഉണ്ടാക്കുന്നുണ്ടല്ലോ, അപ്പം കുറച്ച് ഹാർപ്പിക്കിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷേ ഹാർപ്പിക്ക് ജെംസിനെ കില്ല് ചെയ്യാനായിട്ട് നമുക്ക് വളരെയധികം സഹായിക്കും. അതുകൊണ്ട് ഞാനിവിടെ ഹാർപ്പിക്കും കൂടി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ആ ഒരു കറയൊക്കെ, ഇളകാത്ത കറയൊക്കെ നല്ല വേഗത്തിൽ ഇളകിയും കിട്ടും കേട്ടോ. അപ്പം ഇതുപോലെ ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിനി ഒരു ബ്രഷും വെള്ളവും ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഉരച്ച് തേച്ച് കൊടുക്കും. നമ്മൾ അഴിച്ചു കൊടുത്തിരിക്കുന്ന ഹാർപ്പിക്ക് എല്ലായിടത്തേക്കും ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതിയാകും. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ വെള്ളം നല്ല തിളച്ച് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ വെള്ളവും കൂടി ഒഴിച്ച് കഴുകുമ്പോഴത്തേനും നല്ല കളറ് വരും കേട്ടോ. നന്നായിട്ട് വെളുത്ത് വരും. എത്ര അഴുക്ക് പിടിച്ച തുണിയും നമുക്ക് ഇതുപോലെ വൃത്തിയാക്കാം. അതുപോലെ നമ്മളുടെ ഡോർ മാറ്റ്, കിച്ചൺ മാറ്റ് ഒക്കെ നമുക്കിതുപോലെ വൃത്തിയാക്കി എടുക്കാം. നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ മാറ്റിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തേച്ച് ഉരച്ച് കൊടുക്കുക. അപ്പോൾ ആ നല്ല ചെളിയൊക്കെ നല്ല വേഗത്തിൽ ഇളകി പോകും കേട്ടോ. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഈ ഒരു ലിക്വിഡും കൂടെ ഒഴിക്കുമ്പോഴത്തേനും നമുക്ക് വേഗം തന്നെ ഞാനിവിടെ ഇതുപോലെ ഒരു ബ്രഷ് വെച്ചാണ് കേട്ടോ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നത്. അപ്പം കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് നമ്മളുടെ ജോലികൾ കഴിച്ചിട്ട് അടുത്ത പണിയിലേക്ക് പോകാം. കണ്ടോ, ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇനി നമുക്ക് ഒരു 15 മിനിറ്റ് ഇതുപോലെ ഇങ്ങനെ എല്ലായിടത്തും ഒന്ന് ആ വെള്ളം ഒന്നാക്കി കൊടുത്തതിന് ശേഷം പിന്നെയും ഞാൻ ഇതുപോലെ തന്നെ വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇളകാത്ത ചെളിയൊക്കെ ഉണ്ടെങ്കിൽ കറയൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ടാണ് ഈ 15 മിനിറ്റ് വയ്ക്കുന്നത്. അതിനുശേഷം നമുക്ക് നല്ല വൃത്തിയായിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കഴുകിയെടുക്കണം. ഇനി നമുക്ക് നല്ല വൃത്തിയായിട്ടത് കഴുകിയെടുക്കാം. കണ്ടോ, ഇപ്പോൾ അഴുക്കൊക്കെ നല്ല പോയിട്ടുണ്ട്. ഇനി ഉണങ്ങി കഴിയുമ്പോൾ ഇതിൻ്റെ കളറ് നല്ല കളറിലേക്ക് വരും കേട്ടോ. വെള്ള കളർ തന്നെ, ആ വെള്ള പൂവിൻ്റെ കളറൊക്കെ വെള്ള നിറത്തിലേക്ക് തന്നെ വരും. നല്ല ക്ലിയറായിട്ട് നമുക്ക് നമ്മളുടെ മാറ്റുകളൊക്കെ ഇതുപോലെ കഴുകിയെടുക്കാം. നമ്മളുടെ
അണുക്കളെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് നമുക്ക് ഹാർപ്പിക്ക് ഉപയോഗിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ. ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും നന്ദി. തുടർന്നും വീഡിയോസൊക്കെ വന്ന് കാണുമല്ലോ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.